പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപമാനം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ സർ, എന്താണ്? വളരെ രസകരമായ സംഭവമാണ്. നമ്മുടെ പുടിൻ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് മടങ്ങിപ്പോയതേ ഉള്ളൂ. നമ്മൾ കണ്ടു പുടിൻ എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്ങനെയാണ് സ്വീകരിച്ചത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പുടിൻ എങ്ങനെയാണ് പെരുമാറിയത്. പുടിൻ അദ്ദേഹത്തിൻ്റെ ഓറസ് കാറിൽ കയറാതെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ റേഞ്ച് റോവറിൽ പോലും കയറാതെ ഒരു സാധാരണ ഫോർച്യൂണർ കാറിൽ കയറിപ്പോയി. അതൊക്കെ അസാധാരണമെന്ന് ലോകം വിധി എഴുതി. അപ്പോൾ അതിനുശേഷം ഒരു ഉച്ചകോടി തുർക്ക്മെനിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടന്നു. തുർക്ക്മെനിസ്ഥാനിൽ ഒരു നയതന്ത്ര സമ്മേളനമാണ് നടക്കുന്നത്. ഇൻ്റർനാഷണൽ ഫോറം ഫോർ പീസ് ആൻഡ് ട്രസ്റ്റ്, അതായത് പരസ്പര വിശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഫോറം. ഇതിൻ്റെ ഒരു മീറ്റിംഗാണ്. അതിൽ പങ്കെടുക്കുന്നത് തുർക്കി പങ്കെടുക്കുന്നുണ്ട്, പാകിസ്ഥാൻ പങ്കെടുക്കുന്നുണ്ട്, റഷ്യ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനൊരു ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, പുടിനുമായിട്ടൊരു മീറ്റിംഗ് നടത്തണം. കാരണം പുടിൻ ഇന്ത്യയിൽ വന്നിട്ട് വലിയ താരപരിവേഷത്തോടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധമൊക്കെ ഗാഢമായ ബന്ധം ഊട്ടി ഉറപ്പിച്ചിട്ട് മടങ്ങിയപ്പോൾ ലോകത്തിനു മുന്നിൽ ഇനി പുടിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം തനിക്കും കാണിക്കണം എന്ന് ഷഹബാസ് ഷെരീഫ് ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പുടിനുമായി ഒരു മീറ്റിംഗ് വേണമെന്ന് അവിടെ തീരുമാനിച്ചു. അതിനു മുമ്പ് നമ്മൾ ഓർക്കുന്നുണ്ടോ, ഈ ഷാങ്ഹായ് ഉച്ചകോടി നടന്നല്ലോ, ചൈനയിൽ ഷാങ്ഹായ് ഉച്ചകോടി നടന്നപ്പോഴത്തേക്കുള്ള ഒരു ചിത്രം, ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. ഒരു ഹോട്ടൽ വെയിറ്റർ നിൽക്കുന്ന പോലെ കൈയൊക്കെ കെട്ടി ഷഹബാസ് ഷെരീഫ് നിൽക്കുന്നു, ഇപ്പുറത്ത് പുടിനും മോദിയും പിന്നെ ഷിയും എല്ലാം കൂടെ വർത്തമാനം പറഞ്ഞു പോകുന്നു, ഇയാളെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. അതിൻ്റെ ഒരു കോമിക് ചിത്രം ഇപ്പോൾ കണ്ടു. കാരണം പുടിനും മോഡിയും കൂടെ നടന്നു പോകുന്നു. ഷഹബാസ് ഷെരീഫ് വെയിറ്ററെ പോലെ കൈകെട്ടി നിൽക്കുന്ന ആൾ കയ്യിലൊരു ഒരു ട്രെയിൽ ജ്യൂസ് വെച്ചിട്ട് ജ്യൂസ് മതി നിൽക്കുന്നു. അങ്ങനെ ഒരു സാധനം ഇപ്പം കളിയാക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഷഹബാസ് ഷെരീഫിന് അല്ലെങ്കിൽ പാകിസ്ഥാന് ലോകത്ത് പല രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ പരമപുച്ഛമാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും മാറ്റിയെടുത്തിട്ട് മോദി മാത്രമല്ല, ഞാനും പുടിൻ്റെ ആളാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനും റഷ്യയുമായിട്ടും നല്ല ബന്ധമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷഹബാസ് ഷെരീഫ് അസിം മുനീറിൻ്റെ സമ്മതത്തോടുകൂടി ഇങ്ങനൊരു മീറ്റിങ്ങിന് പ്ലാൻ ചെയ്ത്. ആ മീറ്റിങ്ങിന് വേണ്ടി ഈ മീറ്റിംഗ് നടന്നത് തുർക്ക്മെനിസ്ഥാനിലെ അഷ്കാബ ആൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ അഷ്കാബ ആലിലെ ഒരു പ്രത്യേക കോൺഫറൻസ് മുറിയിൽ രണ്ട് രാഷ്ട്രത്തലവന്മാർക്ക്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും റഷ്യൻ പ്രസിഡന്റിനും വേണ്ടി ഇരിക്കാനുള്ള കസേരകളൊക്കെ തയ്യാറാക്കി. ഇപ്പുറത്ത് പാകിസ്ഥാൻ്റെ മറ്റേ പച്ച കൊടി, ഇപ്പുറത്ത് റഷ്യയുടെ കൊടി, രണ്ട് കസേരയുടെ പിന്നിലിട്ടു. അവിടെ തൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ വന്നിട്ട് ഷഹബാസ് ഷെരീഫ് കാലും ഒക്കെ കെട്ടി അങ്ങിരുന്നു. ഇരിപ്പങ്ങിരുന്നിരുന്നിരുന്നിരുന്ന് ഇയാൾക്ക് വേര് വന്നു. 44 മിനിറ്റ് ഇരുന്നിട്ടും പുടിൻ വന്നില്ല. പുടിൻ വന്നില്ല എന്ന് മാത്രമല്ല, ഇയാളാകെ വീഡിയോ പ്രേക്ഷകരെ കാണിക്കുക, ഇയാൾ വല്ലാതെ അസ്വസ്ഥനായി. രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടൈമൊക്കെ വളരെ കൃത്യമായിരിക്കണം. ആ ടൈം കൃത്യമായിരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. ഈ പുടിൻ ഇങ്ങനെ സൂക്കേട് മുമ്പേ ഉണ്ട് കേട്ടോ. സൂക്കേടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു താൻ പോരിമ എന്ന് പറയാം. താൻ ആരെയും കൂസത്തില്ല എന്നുള്ള. മുമ്പ് ട്രംപ് ഇതുപോലെ പുടിനെ വിളിച്ചിട്ട് പുടിനുമായിട്ട് ഫോണിൽ സംസാരിക്കണമെന്ന് തീരുമാനിച്ചു. അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു മീറ്റിംഗൊക്കെ തീരുമാനിച്ചു. ഹോട്ട്ലൈൻ മീറ്റിംഗ് വൈകുന്നേരം 3 മണിക്കെന്ന് തീരുമാനിച്ചു. ട്രംപ് 3 മണിയായപ്പോഴത്തേക്ക് റിങ് ചെയ്ത് ഹലോ പുടിൻ, ട്രംപ് ഹിയർ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പുറത്ത് അനക്കമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്രട്ടറിമാരൊക്കെ വിളിച്ചിട്ട് ക്രെംലിനിലേക്ക് ചോദിച്ചു, അവിടെ പുടിൻ സാർ അവിടെ? പുടിൻ സാർ അവിടെ വേറൊരു മീറ്റിങ്ങിലാണ്, ട്രംപിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതായത് അമേരിക്കയും റഷ്യയും തമ്മിൽ, ഞാൻ ഇത്തിരി അതിശയോക്തി കലർത്തി ഫലിതരൂപേണ പറഞ്ഞതാണ്, എന്നാലും ഫലത്തിൽ സംഭവിച്ച ഇങ്ങനെയാണ്. നിശ്ചയിച്ച സമയത്ത് മീറ്റിങ്ങിന് ട്രംപ് ഹോട്ട്ലൈനിൽ അവൈലബിൾ ആയിരുന്നു. പുടിൻ വന്നില്ല. പുടിനെ അന്നിട്ട് വിളിച്ചന്വേഷിച്ച് പറഞ്ഞു, പുടിൻ വേറൊരു മീറ്റിങ്ങിലാണ്, ഞങ്ങളുടെ നാട്ടിലെ വ്യവസായികളുമായിട്ടുള്ള മീറ്റിംഗാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രാജ്യത്തെ വ്യവസായികളോട് വർത്തമാനം പറയുക എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിക്കുന്നതിനേക്കാളും എനിക്ക് പ്രധാനം എന്ന് പുടിൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇത്രയൊക്കെ ഉള്ളൂ ട്രംപേ നീ എന്നാണ് പുടിൻ അതിലൂടെ സ്ഥാപിച്ചത്. അതിന് സമാനമായ ഒരു കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്. കാരണം ഓപ്പറേഷൻ സിന്ദൂരൊക്കെ കഴിഞ്ഞിട്ട് ഈ താരിഫൊക്കെ കൂട്ടിയപ്പോൾ ട്രംപ് 3 പ്രാവശ്യം മോഡിയെ വിളിച്ചു. 3 പ്രാവശ്യവും മോഡി ഫോൺ എടുത്തില്ല. മോദി അങ്ങനെ ഫോൺ എടുത്തില്ല എന്നുള്ളത് വലിയ വാർത്തയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ട്രംപിൻ്റെ ഒരു പ്രസ്താവനയും വന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഒന്ന് സംസാരിക്കാൻ വേണ്ടി എൻ്റെ മനമങ്ങനെ തുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാമുകി കത്തയക്കുന്ന പോലെ ഒരു ട്രൂത്ത് സോഷ്യൽ, ഈ ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, അതിലൊരു പോസ്റ്റൊക്കെ ട്രംപ് ഇട്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന് സമാനമായിട്ടാണ് ഈ രണ്ട് രാജ്യത്തലവന്മാർ, പാകിസ്ഥാൻ്റെയും റഷ്യയുടെയും പ്രസിഡന്റുമാർ തമ്മിൽ സംസാരിക്കുന്നു. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി റഷ്യയുടെ പ്രസിഡന്റ് സംസാരിക്കുന്നു. അതിന് മീറ്റിംഗ് എല്ലാം ഒരുങ്ങി 44 മിനിറ്റ് ഈ ചങ്ങാതി ഇരുന്നിട്ട് വേറെ ഇറങ്ങിയതല്ലാതെ ആൾ വന്നില്ല. പുള്ളി അപ്പോൾ അന്വേഷിച്ചപ്പോൾ അപ്പുറത്തെ മുറിയിൽ എർദോഗനുമായിട്ട് ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
പുള്ളി അവിടുന്ന് ക്ഷുഭിതനായി എണീക്കുന്നു. ആ വീഡിയോടെ കാണണം, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാണണം, രോക്ഷത്തോടെ എണീക്കുകയാണ്. എണീറ്റ് വന്നിട്ട് ഓടിത്തള്ളി പുടിനും എർദോഗനും തമ്മിൽ മീറ്റിംഗ് നടക്കുന്ന മുറിയിലേക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അങ്ങ് ഇടിച്ചു കയറി ആകെ ഒരു എന്താ സംഭവിക്കുന്ന ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ വാതിലടഞ്ഞു, പിന്നെ കാണുന്ന വാതിൽ തുറന്നിട്ട് 8-10 പേര് അകത്തോട്ട് കയറി പോകുക. അത് പുടിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം അവിടെ പ്രസിഡന്റ് എർദോഗനും പ്രസിഡന്റ് പുടിനും തമ്മിൽ പ്രൈവറ്റായി നടത്തുന്ന ഒരു മീറ്റിംഗ്, അതിനകത്ത് ദ്വിഭാഷികൾ അല്ലാതെ ബാക്കി സെക്യൂരിറ്റി ഓഫീസർമാരൊന്നും പൊതുവിലുണ്ടാവത്തില്ല. അവിടേക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുൻകൂട്ടി നിശ്ചയിക്കാതെ ഇടിച്ചു കയറി ചെന്നപ്പോൾ ആദ്യം ഒന്ന് അങ്കലാപ്പിലായ റഷ്യൻ സെക്യൂരിറ്റി ഓഫീസർമാർ ചാടി അകത്തോട്ട് കയറി. അത് കഴിഞ്ഞ് വാതിലടയ്ക്കുന്നു. പിന്നെ സംഭവിക്കുന്നത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ പരവശനായിട്ട് ഷഹബാസ് ഷെരീഫ് പുറത്തോട്ട് പോകുന്നു. ഈ പുടിൻ്റെ സെക്യൂരിറ്റിക്കാർക്കൊരു കുഴപ്പമുണ്ട്, ലോകവേദിയിൽ തന്നെയാണെങ്കിലും പുടിൻ്റെ അടുത്ത് ചെന്നിട്ട് ആരെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ ഓക്കെ, അതല്ലാതെ പുടിൻ്റെ ദേഹത്ത് തൊട്ടാൽ അവർ ഈ തൊടുന്നവൻ്റെ മേത്ത് കൈവെക്കും, അല്ലെങ്കിൽ പുടിൻ വിലക്കണം. ഇത് നമ്മൾ ഷാങ്ഹായി ചെന്നപ്പോൾ കണ്ടു, എവിടെ ചെന്നാലും കാണാം, എല്ലാവർക്കും വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൽ മാത്രമാണ്. ഈ പുടിൻ്റെ വല്ലാത്തൊരു ശരീരഭാഷ, ഒരു സൗഹാർദ്ദപരമായൊരു സ്വഭാവം നമ്മുടെ വിമാനത്താവളത്തിൽ പുടിൻ ഇറങ്ങിയപ്പോൾ കണ്ടു. പുടിൻ ഇറങ്ങുന്നു, നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ നിൽക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് സ്വീകരിക്കാൻ നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം ഒരു സല്യൂട്ട് കൊടുക്കത്തേ ഉള്ളൂ. സല്യൂട്ട് കൊടുക്കും, അത് നോക്കിയിട്ട് രാഷ്ട്രത്തലവന്മാർ അതൊന്ന് സ്വീകരിച്ചതായി ഒന്ന് ശിരസ് കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് നടന്നു പോകും. പക്ഷേ പുടിൻ ഇത്തവണ വന്നിട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ സല്യൂട്ട് കൊടുക്കുന്ന ഈ മിലിറ്ററി ഓഫീസറുടെ അടുത്ത് ചെന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അത്രയും സൗഹാർദ്ദപരമായി മാന്യമായി അന്തസ്സോടെ പെരുമാറാൻ അറിയാവുന്ന ഒരു ലോക നേതാവാണ് പുടിൻ. ആ പുടിനാണ് ഷഹബാസ് ഷെരീഫ് 44 മിനിറ്റായിട്ട് നോക്കിയിരിക്കുകയാണെന്ന് വെച്ചിട്ടും മൈൻഡ് ചെയ്യാതെ പോയത്. അപ്പം പുടിന് മനസ്സിലായി ഇയാൾക്ക് ഇപ്പം ഞാൻ ഇന്ത്യയിൽ പോയി മോദിയുമായിട്ട് ഉള്ള ചിത്രങ്ങളൊക്കെ വൈറലായി, ആ മോദിയായിട്ടുള്ള മീറ്റിംഗ് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു, ഇന്ത്യയുമായിട്ടുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിച്ചു, റീലോസ് എന്ന് പറയുന്ന ഒരു സൈനിക കരാറിന് തുല്യമായ കരാറുമൊക്കെ നമ്മൾ ഒപ്പിട്ട പശ്ചാത്തലത്തിൽ എൻ്റെ കൂടെ നിന്നിട്ട് 4 പടം എടുത്ത് സോഷ്യൽ മീഡിയ ചാമ്പി ആളാവാനായിട്ടാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വന്നിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ പന്നിന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് കാണും. കാരണം പിച്ചച്ചട്ടിയായിട്ട് നടക്കുന്നൊരു രാജ്യമല്ലേ. കാരണം അതിന് തൊട്ട് മുമ്പ് പാകിസ്ഥാൻ്റെ മാനം കിടന്നൊരു സംഭവം ഉണ്ടായി. അത് കൂടുതൽ പറയാം. പാകിസ്ഥാനാകെ നാണം കെട്ട് ലോകത്തിൻ്റെ മുന്നിൽ അപമാനിക്കപ്പെട്ടൊരു സംഭവം പാകിസ്ഥാനിലുണ്ടായി. അത് നമ്മുടെ പ്രേക്ഷകരൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സ്വയം ദുരന്ത മുഖത്ത് എടുത്തു ചാടുന്ന ആ കാര്യങ്ങളൊന്നും പറയാറില്ല. അപ്പോൾ അതും പുടിൻ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആവാം പരമപുച്ഛത്തോടെ പുടിൻ ഷഹബാസിനെ കണ്ടത്. അത് കഴിഞ്ഞ് ഈ മീറ്റിങ്ങിൽ നിന്ന് എർദോഗാൻ്റെ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനെക്കുറിച്ച് ലോകമാധ്യമങ്ങൾ പറഞ്ഞതെന്നറിയോ? ഗേറ്റ് ക്രാഷിംഗ് എന്ന് പറഞ്ഞ് ഗേറ്റ് പൊളിച്ചകത്ത് കയറി. ഗേറ്റ് ക്രാഷിംഗ് എന്ന് ഗേറ്റ് തകർക്കൽ. പടിഞ്ഞാറൻ മാധ്യമങ്ങൾക്ക് എഴുതിക്കുക ഷഹബാസ് ഷെരീഫ് ഗേറ്റ് പൊളിച്ച് അകത്തേക്ക് കയറി. ചില ആളുകളെക്കുറിച്ച് പറയുമല്ലോ, ഗേറ്റ് തുറന്നിട്ടാലും മതിലിയാടിയേ വരുള്ളൂ എന്ന് പറയുന്ന ചില ആളുകളെ പോലെ ഗേറ്റ് തകർത്തി ചങ്ങായി അകത്ത് കയറി എന്ന് പറഞ്ഞ് വല്ലാത്ത അപഹാസ്യമായ ഒരു അവസ്ഥ ഇപ്പോൾ പാകിസ്ഥാനുണ്ട്. അപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് എംബറാസ്മെൻറ്റ് എന്നാണ് ലോകമാധ്യമങ്ങൾ. പാകിസ്ഥാനെ വല്ലാതെ അങ്ങ് അവഗണിച്ചു. 44 മിനിറ്റൊക്കെ കാത്തിരുന്ന് അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോയി പാകിസ്ഥാൻ്റെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് വന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ഹാൻഡിലുകൾ ഇന്ന് രാവിലെ ഒരു കാര്യം ഞാൻ കണ്ടു. അങ്ങനെയല്ല, പുടിനും എർദോഗനും ഷഹബാസ് ഷെരീഫും കൂടെ കേക്ക് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വരുന്നുണ്ട്. അത് ഇതിനു മുമ്പ് ഈ നേരത്തെ പറഞ്ഞ അഷ്കബ അൽ ഇൻ്റർനാഷണൽ ഫോറം ഫോർ പീസ് ആൻഡ് ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് നടക്കില്ലേ, അതിനിടയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കുന്ന സെഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിപ്പോൾ കാണിക്കുകയാണ്. നാണക്കേട് മാറ്റാൻ വേണ്ടി. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ പുടിൻ സാറുമായിട്ട് ഞങ്ങളൊരു കേക്കൊക്കെ കഴിച്ചായിരുന്നു, ഒരു വൈനും കഴിച്ചായിരുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ ഇതിന് മുമ്പത്തെ കാര്യമാണ്. പക്ഷേ ഈ ഒരു ഉച്ചകോടി എന്ന തരത്തിൽ ഇന്ത്യയും റഷ്യയും നടന്നതുപോലെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡൻറ്റും നടന്നതുപോലെ ഉച്ചകോടി ഞങ്ങളും നടത്തി എന്നൊരു നാടകം സൃഷ്ടിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തിയ നാടകം അമ്പയെ പരാജയപ്പെട്ടു, നാണം കെട്ടു. ലോകം മുഴുവൻ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറിയ ഗേറ്റ് ക്രാഷിംഗ് നടത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നാണം കെട്ട് ലോകത്തിൻ്റെ മുഴുവൻ പാകിസ്ഥാൻ നാണം കെട്ട സംഭവം എന്താണെന്നറിയോ? പാകിസ്ഥാൻ്റെ നാഷണൽ അസംബ്ലി ചേരുകയാണ്. അസംബ്ലി ചേരുമ്പോൾ സ്പീക്കർ സർദാർ അയാസ് സാദിഖ് പെട്ടെന്ന് സ്പീക്കറുടെ സീറ്റിലിരുന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, എനിക്ക് 5000-ൻ്റെ
10 നോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പാർലമെൻറ്റിൻ്റെ തറയിൽ ഈ പറഞ്ഞ പോലെ നോട്ടുകൾ കിടന്നത് സെക്യൂരിറ്റി എടുത്ത് സ്പീക്കറെ ഏൽപ്പിച്ചു. അപ്പോൾ സ്പീക്കർ അത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു, ദാ 5000-ൻ്റെ കുറച്ച് നോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ പാകിസ്ഥാനിലെ 12 എംപിമാർ ചാടി എണ്ണീറ്റ് എൻ്റെയെന്ന് പറഞ്ഞിട്ട്. ഉടനെ പാകിസ്ഥാൻ സ്പീക്കർ ഈ സർദാർ അയാസ് സാദിക്ക് പറഞ്ഞ് എൻ്റെയിലാകെ 10 ഉള്ളൂ, നിങ്ങൾ 12 പേര് എണീറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? ഇത് ലോകം മുഴുവൻ വൈറലായി. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് 5000 രൂപയുടെ ഒരു നോട്ട് കണ്ടാൽ പോലും തൻ്റെ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാർലമെൻറ്റിലെ എംപിമാർ പാർലമെൻറ്റിൻ്റെ അകത്ത് നിർലജ്ജം നാണം കെട്ട് അത് തൻ്റെയാണെന്ന് അവകാശപ്പെടാൻ എണീറ്റ് നിൽക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇത് ലോകം മുഴുവൻ പ്രചരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമങ്ങൾ, വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വന്നു, നാഷണൽ ചാനലിലൊക്കെ വന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ പാകിസ്ഥാനെ വിഷമം ഉണ്ടാകുന്ന ഒന്നും പറയത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് കേരളത്തിലെ ആളുകൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ആ വീഡിയോ കൂടെ നിങ്ങളെ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. आने से पहले किसी के ये पैसे गिर गए, यहाँ ये किसी के पैसे गिर गए, ये को 10-12 हाथ खड़े हो गए। पैसे इतने नहीं है जितने लोगों के हाथ खड़े, ये तो सारे हाउस के हाथ खड़े हो गए। ये थैंक यू जो भी मुझे देखेगी. അപ്പോൾ പാകിസ്ഥാൻ പന്തികൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി ലോകത്ത് കിട്ടുന്നത് വലിയ തോതിലുള്ള അപമാനമാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇത്തവണ അപമാനം സാക്ഷാൽ പുട്ടിൻ്റെ കയ്യിൽ നിന്നാണ്.